ഇന്നലെ ഏഷ്യനെറ്റിനകത്ത് ബിന്നിയുടെ ഒരു പ്രൊമോ വന്നിരുന്നു. ഓക്കെ, സോ ആ പ്രൊമോയെ തുടർന്ന് ഇന്ന് രാവിലത്തെ ബിന്നിയുടെ ഭർത്താവ് തന്നെ ഒരു വീഡിയോ ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോ, അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് രസകരമായ കാര്യങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അതിന് മുമ്പ് ഇന്നലെ വന്ന പ്രൊമോ എന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ഇന്നലെ ബിന്നിയും മറ്റേ ഷാനവാസ് എല്ലാവരും കൂടി അവിടെ ഇരിക്കാൻ ഡൈനിങ് ഏരിയയിൽ ഇരിക്കുകയാണ്. സോ ആ സമയത്ത് കിച്ചൺ ടീം അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട്, അക്ബറും കിച്ചൺ ടീമൊക്കെ സംസാരിച്ചുകൊണ്ട് അവർ കിച്ചൺ കുക്ക് ചെയ്യണം. ഓക്കെ, ആ സമയത്ത് ബിന്നി പറയുന്നുണ്ട് ഷാനവാസിനോട് അവരെ തുപ്പൽ അതിലോട്ട് തെറിപ്പിക്കും, അത് അങ്ങനെയാണ് വൃത്തികേടാണെന്നൊക്കെ പറയുമ്പോൾ ഷാനവാസ് ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഷാനവാസ് പോയി ചോദിക്കുന്നു. അവിടെ ഒരു വലിയൊരു പ്രശ്നമാവുന്നു കിച്ചണിനകത്ത്. അങ്ങനെ ബിന്നി ആ സമയത്ത് സ്കോർ ചെയ്യുന്നു. ഒക്കെ, അതായത് ബിന്നി ഒരു മൈൻഡ് ഗെയിമറാണ് രീതിയിൽ ആ സമയത്ത് കുറച്ച് ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നു. ഓക്കെ, തുടർന്ന് ഇതാ ഇപ്പോൾ ബിന്നിയുടെ ഹസ്ബൻഡ് തന്നെ ഒരു വീഡിയോ രംഗത്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, സോ ആ വീഡിയോ ഒന്ന് ആദ്യം കാണാം. ഹലോ, ദൈവം ഉണ്ടെന്ന് പറയുന്നത് സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചോ, എനിക്ക് അവൾക്കിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പണിയുണ്ട്. ഇപ്പം ആ പണി വന്നേക്കണേ ബിഗ് ബോസിൻ്റെ രൂപത്തില്ല. ബിഗ് ബോസ് കാരണം എനിക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്കറിയാലോ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഡി ഹലോ വെക്ക് അല്ല പപ്പ, ഇതെല്ലാം പപ്പ എടുത്ത് വെക്കണ്ട. മരുമോള് അത് അത് കുഴപ്പമില്ല. ഇനിയിപ്പം ഇതെന്താണെന്നറിയോ, ഇത്രയും നാൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. കാരണം എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇവൾ ഈ ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൾക്കൊരു പ്രാക്ടീസ് വേണമല്ലോ. അപ്പോൾ ഒരു ഹസ്ബൻഡിൻ്റെ എന്ന നിലയിൽ ഞാൻ ഇവൾക്ക് പ്രാക്ടീസ് കൊടുത്തല്ലേ. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആകെ നാണക്കേടായിരിക്കും. എൻ്റെ ഭാര്യ അങ്ങനെ ഒരു സംഭവത്തിനും ക്ലീനിങ്ങും ചെയ്യില്ല, പാത്രം കഴുകില്ല. ഇത്രയും നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് എൻ്റെ പാത്രം മാത്രം കഴുകിയാൽ മതിയായിരുന്നു. എങ്കിലും ആ സമയങ്ങളിൽ ഇവൾ എടുത്തില്ല. ഇപ്പം ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ 10-15 ആൾക്കാരുടെ പാത്രം കഴുകണം അല്ലേ. അത് ഒരു ദിവസമല്ല, എത്ര നാളാണ് നിൽക്കണേ. ആ സമയത്ത് പാത്രം കഴുകണം, പാത്രം കഴുകണം, ബാത്റൂം കഴുകണം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. അതെല്ലാം രാവിലെ എണീപ്പിച്ചിട്ട് ഗെയിം കളിച്ച് ഇങ്ങനെ മടുത്തിരിക്കുന്ന സമയങ്ങളിലാണ് ഇത് മൊത്തം ചെയ്യാനുള്ളത്. അപ്പം എനിക്ക് പറ്റുന്ന രീതിക്ക് നിനക്ക് ഇപ്പോഴെങ്കിലും ഞാൻ ഒരു പ്രാക്ടീസ് ചെയ്ത് നിന്നെ അനുവദിച്ചില്ലെങ്കിൽ ഞാനത് നിന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. ഇത് ടാസ്ക് അവിടെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഇവിടെ തന്നു തുടങ്ങി. നിനക്ക് പ്രാക്ടീസ് വേണ്ട. അല്ലെങ്കിൽ നിനക്ക് ഇത് പോയി കഴിയുമ്പോൾ നീ പറയില്ലേ എന്നെ ഇവളെ പല വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട്, എന്നെ എന്റെ കെട്ടിയവനാണ് ഇങ്ങനെ ആക്കിയത് ഇല്ലേ. അപ്പൊ അത് തിരുത്താനുള്ള അപ്പൊ നീയാണോ ബിഗ് ബോസ് വിടാനായിട്ട് എന്നെ പ്ലാൻ ചെയ്ത്? നീ തിരിച്ചു വരുമ്പോ നന്നാവണം. ഇപ്പം നീ ഒരാളെ എന്നെ നോക്കാൻ പാടുപെടുമ്പോ അല്ല, അവർ അത്രയും പേരെ നോക്കി വരുമ്പോഴത്തേക്കും നിനക്ക് വെറും ഈ രോമം പോലെ ആയിരിക്കും എന്നെ നോക്കുന്നത്. അപ്പത്തേക്ക് അവള് പറയും ഇത് ഫുള്ള് ഞാൻ ചെയ്യൂന്ന് എന്നോട് പറയും. അപ്പോൾ അത് കാരണം മോൾ ഇത് പെട്ടെന്ന് കഴിച്ചിട്ട് പാത്രം കഴുകാനുള്ള, ഇത് പാത്രം മാത്രം കഴുകാനുള്ളതല്ല കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുണി അലക്കണം, അതുപോലെ തന്നെ പെര അടിച്ച് വാരി തുടയ്ക്കണം, കുക്ക് ചെയ്യണം, അങ്ങനെ ബാത്റൂം കഴുകണം, അങ്ങനെ എല്ലാ പണിയും ഉണ്ട്. ബിഗ് ബോസ് ഹൗസിലാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോ പോകുന്നവന്റെ സ്വന്തം ഹൗസിലാവേണ്ടി ഇതെല്ലാം കൂടെ. കാരണേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അതിന് സമയമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അറിഞ്ഞതാണ്. പ്രാക്ടീസ് ചെയ്ത് ഞാൻ ചെയ്യാത്ത കാര്യമൊന്നും അല്ലല്ലോ. ഇത് നീ ചെയ്തെന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പല്ലേ ചെയ്തേ. 2-3 കല്യാണത്തിന് മുമ്പ് നീ ചെയ്ത കാര്യങ്ങളൊക്കെ അത്രയും നാളെ ഞാൻ നിന്നോട് പറഞ്ഞു, ഇവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഞാൻ ജിമ്മിൽ പോയി 6 പാക്ക് അടിച്ചു. അപ്പൊ ഞാനിപ്പം വന്നിട്ട് ഞാൻ ഇവളോട് പറയും ഞാൻ ഇനി അടിക്കുമെന്ന് പറയും. അപ്പൊ ഇവള് പറയും നീ ഇത് കുറെ നാളായി പറയാൻ തുടങ്ങിയിട്ട്, പണ്ട് നീ ഇത് ചെയ്തു എന്ന് ഓർത്തോണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ല. നീ എന്നോട് പറയാറില്ല. അത് 6 പാക്ക് അടിക്കണമെങ്കിൽ 2 ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ലേ. പക്ഷെ പാത്രം കഴുകുന്ന 2 ദിവസം കൊണ്ടല്ലേ. അതെങ്ങനെയാ പാത്രം കഴുകുന്നതും ഇതെല്ലാം പെട്ടെന്ന് പാത്രം കഴുകുക, ബാക്കി കുക്കിങ് ബാക്കി കാര്യങ്ങളെല്ലാം എങ്ങനെ ഷടപടേന്ന് വരുന്നേ പറ്റും. നീ അപ്പൊ നീ ഞങ്ങളെ കാണിച്ചത് എങ്ങനെയാണ്? കാണിച്ചു തന്നാ നീ എനിക്ക് എന്തെങ്കിലും തരും. ബിഗ് ബോസ് ആണെങ്കിൽ എനിക്ക് ഗപ്പയിലും തരും, നീ എനിക്ക് പ്രചോദനം തരും, പ്രോത്സാഹനം നിന്നെ അങ്ങോട്ട് കൊണ്ടാവുള്ള എന്നെ. ഇനി അവിടെ എടുത്താൽ പോരെ. ഇനി നമുക്ക് ബിഗ് ബോസിലെ പ്രൊമോയിൽ അടിയിൽ വന്ന കുറച്ച് കമൻറ്റ്സ് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കമൻറ്റ്സ് ഉണ്ട്. ഒരു അടിക്ക് തിരി കൊടുത്ത് വിട്ടിട്ട് നൈസായി മാറി നിന്ന് എൻജോയ് ചെയ്യുന്ന ബിന്നി. സീസൺ 4 ധന്യമാരിയാണ് ബിന്നി. നൈസായിട്ട് തിരി കൊടുത്ത് വിടുക, ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിലിരിക്കുക. സോ 5 സ്റ്റാർ ബിന്നി. അവൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തുപ്പൽ വീണ ഫുഡാണോ കഴിക്കേണ്ടത്? സോ അതായത് ഈ തുപ്പൽ വീണതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബിഗ് ബോസിനകത്ത് ബിന്നി സ്കോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ബ്രോ. എനിക്ക് അവരുടെ ഗെയിം കണ്ടപ്പോൾ ധന്യയുടെ ഒരു ഗെയിം ഫോളോ ചെയ്യുന്നത് പോലെ തോന്നി പറഞ്ഞു. എന്ത് ഗെയിമൊക്കെ നല്ലവണ്ണം കളിക്കുന്നുണ്ടല്ലോ. ധന്യ ടാസ്ക് വല്ലതും കളിച്ചിരുന്നോ? കുറ്റം പറയാതെ പോടെ.
സോ നോ ബ്രോ, ഇത് ധന്യയെ പോലെ അവിടെയും ഇവിടെയും പോയി മറ്റുള്ളവരുടെ കുറ്റം പറിച്ചല്ലല്ലോ. എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണമാണ്. അപ്പോൾ അടുക്കള നല്ല വൃത്തിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. താൻ കഴിക്കുവോ താൻ നോക്കി നിൽക്കെ ഇതേപോലെ ആരെങ്കിലും വളവള സംസാരിച്ച് തുപ്പൽ തെറിപ്പിച്ച ഭക്ഷണം. നമ്മുടെ ഷാനവാസ് ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ മികച്ച രീതിയിൽ തന്നെ സംസാരിച്ച് അത് സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ കമൻസിൽ നോക്കുകയാണെങ്കിൽ ആർട്ടിസ്റ്റ് ബിന്നി ടാസ്കിലൊക്കെ ധന്യ അടിപൊളി ആയിരുന്നു. ഉള്ളത് തന്നെയല്ലേ ബിന്നി പറഞ്ഞത്, ക്യാപ്റ്റനോട് എന്താ തെറ്റ്? സീരിയൽ ആക്ടർ അല്ലേ, 2 പേരും നോട്ട് ദ പോയിന്റ്. ഓക്കെ, ബിന്നി ആളെ കൊല്ലാമല്ലോ, തീരെ കൊളുത്തി അടി പൊട്ടി. ഓക്കെ, അതായത് ബിന്നിയോട് മൈൻഡ് ഗെയിംസാണ് എല്ലാവരും പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, തുപ്പൽ കൂട്ടി ഭക്ഷണം കഴിച്ചിട്ട് ശീലമുണ്ടെന്ന് മാത്രം പറയില്ലേ, മിനിമം സംസാരമെങ്കിലും കുറക്കൂ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ. അതായത് അക്ബർ തിരിച്ചു പറയുന്നുണ്ട്, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ സംസാരിച്ചാണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അക്ബർ തിരിച്ച് ഷാനവാസിനോട് സംസാരിക്കുന്നുണ്ടോ, അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എനിവേ, ഇനി നമുക്ക് ബിന്നിയുടെ യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോ ഇല്ല, ആ വീഡിയോയുടെ താഴെ കമൻസിൽ നോക്കാം. ഓക്കെ, ഒരു കാർഡ് ഇറക്കാതെ സ്ട്രൈറ്റ് ആയിട്ട് നിന്ന് ഒരു ആർട്ടിസ്റ്റിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് കാണിച്ചു തന്ന വ്യക്തിയാണ് ബിന്നി. ഓക്കെ, ഇതിപ്പോൾ കെട്ടിവെച്ച് വിടുന്ന മോളെ അമ്മ പഠിപ്പിക്കുന്ന പോലെ നല്ല കെട്ടിയോൻ, ജെന്യൂൻ കണ്ടസ്റ്റൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ ഇവൾ വീട്ടിലൊന്നും ചെയ്യില്ല എന്നാണ് ഉദ്ദേശിച്ചത്. കുറച്ചുകൂടി ഇറങ്ങി കളിച്ചാൽ ഒരു നല്ല പ്ലെയറാണ്. ബിന്നി ചേച്ചി അടിപൊളിയാണ്, ഇത് മുഴുവൻ എന്നും ചെയ്യുന്ന ഞാൻ. അതായത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ബിന്നി ഇപ്പോഴും ഒരു സേഫ് ഗെയിമറാണോ. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, ലൈവിലും ടാസ്കിൽ മാത്രമേ ബിന്നിയെ കാണത്തുള്ളൂ. അതേ സമയത്തൊന്നും ബിന്നിക്ക് സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് എന്ന സാധനമേ ബിന്നിക്ക് വേണ്ടി കിട്ടുന്നില്ല. ഓക്കെ, ബിന്നി അത്ര ആക്റ്റീവായ പ്ലെയർ അല്ല. ഇത് പ്രൊമോ വന്നതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് കണ്ടത്. എനിവേ, അത് മാത്രമല്ല ഇന്ന് ജിസയിൽ നല്ലൊരു 1.5 പണി ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വേറെ ഒന്നുമല്ല, കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസിന് മേക്കപ്പ് ഇഷ്യൂ വന്നില്ല. സോ ആ മേക്കപ്പ് ഇഷ്യൂന് തുടങ്ങി ജിസയിലിന് ഒരു അടിപൊളി പണി ഇപ്പോൾ ബിഗ് ബോസ് കൊടുക്കാൻ പോവാണ്. ആ വീഡിയോ കാണിച്ചത്. ഓക്കെ, തുടർച്ചയായിട്ട് നിയമലംഘനം നടത്തുന്ന ജിസേലിനെ മിക്കവാറും പുറത്താക്കിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. ബിഗ് ബോസ് വീടിനകത്ത് ബിഗ് ബോസിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നത് ആരാണെങ്കിലും അവരെ പടിക്ക് പുറത്താക്കാൻ വരെ ബിഗ് ബോസിന് അധികാരമുണ്ട്. ലാലേട്ടൻ വന്നിട്ട് ജിസേൽ പെട്ടിയെടുത്ത് എന്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിളിച്ച് പാക്ക് ചെയ്ത് വിട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല. അതിന് കാരണം ഇന്നലെ ബിഗ് ബോസ് ലാസ്റ്റ് വാർണിംഗ് ആണ് ജിസേലിന് കൊടുത്തത്. ഇപ്പോൾ ജിസേൽ ഇന്ന് വീണ്ടും മേക്കപ്പ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പല മേക്കപ്പ് പ്രോഡക്റ്റുകളും ജിസേൽ യൂസ് ചെയ്തു എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ ആദിലയും നൂറയും അനുമോളുമാണ്. ക്യാപ്റ്റൻ ഷാനവാസിനെ വിളിച്ച് ഈ കാര്യങ്ങൾ അവർ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല പല ഓർണമെന്റ്സ് ബിഗ് ബോസ് കൊടുത്തതല്ലാത്ത പല ഓർണമെന്റ്സും അവിടെ നമ്മുടെ ജിസേൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നും കൂടി ഇവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മേക്കപ്പ് പ്രോഡക്ട്സിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും ഡീപ്പായിട്ട് പോകുന്നില്ല. ഈ കവിളിൽ ഇങ്ങനെ ചുവന്ന് കിടക്കുന്ന ഒരു സാധനമുണ്ട് വട്ടത്തിന്, അതിന്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അതുപോലെ തക്കാളി ഉരച്ച് തേച്ചതാണോ അതോ ബീട്രൂട്ട് വാരി തേച്ചതാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ സംഭവം അതൊന്നും അല്ല. ഇതെല്ലാം മേക്കപ്പ് ഐറ്റംസ് എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണെന്നാണ് നമ്മുടെ ആദിലയും നൂറയും അനുമോളും കൂടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. സംഗതി അങ്ങനെയാണെങ്കിൽ ജിസേലിന് മുട്ടം പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ കട്ട കലിപ്പിലായിരുന്നു ബിഗ് ബോസ്. അതിനു മുമ്പ് ടാസ്ക് വരെ നിർത്തി വെച്ച് ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തി ജിസേൽ കാരണം. എന്നിട്ട് ഇന്നലെ ലാസ്റ്റ് വാർണിംഗ് കൊടുത്തു. എന്നിട്ടും ജിസേൽ നന്നായിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടുള്ള ആക്ഷൻ ജിസേലിന് നേരെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വീട്ടിൽ ഇത്രയും പേര് നിയമം അംഗീകരിക്കുമ്പോൾ അത് പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജിസേൽ മാത്രമാണ് അതിനെ എതിർത്തിട്ട് അവിടെ നിൽക്കുന്നത്. ആ വീഡിയോയ്ക്ക് താഴെ വന്ന കുറച്ച് കമൻസാണ്, ജിസേൽ ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ്. കാരണം ബിഗ് ബോസ് പോലൊരു ഷോയിൽ വരുമ്പോൾ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യണം, പക്ഷെ ജിസേൽ കാണിക്കുന്നില്ല. ജിസേൽ ബോഡി ഫുൾ പ്ലാസ്റ്റിക് സർജറിയാണ്. അവൾ അനുവിനെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നത്. ഇതൊന്നും ഇട്ടില്ലെങ്കിൽ പേടിക്കും മോന്ത. ജിസേൽ ബോഡി ഫുൾ പ്ലാസ്റ്റിക് സർജറിയാണ്. അതിൻ്റെ റിപ്ലൈ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് സർജറി അല്ല, ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എല്ലാം ഉണ്ട്. ഈ ജിസേലിനെ എനിക്ക് മാത്രമാണ് ആവോ ഇതിന് മുന്നേ അറിയാത്തത്. മേക്കപ്പ് ഇല്ലാതെ ഇവരുടെ എല്ലാം ഒറിജിനൽ മുഖം കാണാൻ പറ്റി.